Sky Gold, elegance of beauty. പെരിന്തൽമണ്ണ നഗരസഭാ സെക്രട്ടറി ലാൽകുമാർ ജെആറിനൊപ്പമാണ് വൺ ന്യൂസ് ഇപ്പോഴുള്ളത്. ഒരുപക്ഷെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ലൈഫ് ഭവന പദ്ധതിയിലെ ഫ്ളാറ്റ് സമുച്ചയം പെരിന്തൽമണ്ണ നഗരസഭയിലെ ഈ ഒലിങ്കരയിലെ ഫ്ളാറ്റ് സമുച്ചയമാണെന്ന് പറയേണ്ടി വരും. അവിടെ 198 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടെന്നാണ് ഏറ്റവും പുതിയ കണക്ക്. അവിടെ അതിൽ കൂടുതൽ ആളുകൾക്ക് താമസിക്കാൻ സൗകര്യമുണ്ട്, പലരും ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും മാലിന്യ സംസ്കരണവും അതുപോലെ തന്നെ മാലിന്യം ക്ലീനിങ്ങും ഒന്നും കൃത്യമല്ല എന്ന തരത്തിൽ അവിടെയുള്ള നേരത്തെ ഒരിക്കൽ ഞാൻ തന്നെ ഈ ഫ്ലാറ്റ് സമുച്ചയത്തിലെ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വാർത്ത നൽകിയിരുന്നു. അപ്പോൾ ഇപ്പോൾ മഴക്കാലം വരാമോണ്, ഫ്ലാറ്റിൽ സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മറ്റുള്ള കാര്യത്തിലൊക്കെ തീരുമാനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നഗരസഭാ സെക്രട്ടറി തന്നെ പറയട്ടെ. ഫ്ലാറ്റിലെ പല ആളുകളും നമ്മളോട് സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ എന്തെങ്കിലും ഇടപെടലുണ്ടാകും. അപ്പോൾ അവർ തന്നെ ഇപ്പോൾ അവിടെ STPയുടെ ആണ് മെയിൻ പ്രശ്നമായിട്ട് കിടന്നത്. STP കുറച്ച് പണിഞ്ഞിരുന്നു, അവർക്ക് ഫണ്ട് കൊടുക്കാത്തത് കൊണ്ട് അവർ നിർത്തിപ്പോയതാണ്. നമ്മളിപ്പോൾ ഇതുവരെ ചെയ്ത പൈസ കൊടുത്തിട്ടുണ്ട്. അവരിപ്പം പണി ഉടനെ തുടങ്ങി അത് പൂർത്തീകരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അവിടെ ഈ കാടൊക്കെ കയറി കിടപ്പുണ്ട്. അത് മൊത്തം നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് അടുത്ത ആഴ്ച തൊട്ട് ഫുള്ള് ആളെ നിർത്തി അവിടെ ക്ലീൻ ചെയ്യാനുള്ള നടപടി നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ള ഓരോരോ ചില കാര്യങ്ങൾ അവരുടെ കയ്യിൽ നിന്നുണ്ടായതാണെങ്കിൽ പോലും ഒരു കുറച്ച് മിസ്റ്റേക്ക് അവിടെ ഉണ്ട്, അത് ക്ലിയർ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ വേറെ മീറ്റിംഗ് വിളിക്കാനൊക്കെ നമ്മൾ ഒരു ജൂൺ ആദ്യവാരം തന്നെ മീറ്റിംഗ് വിളിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നേരിട്ട് കേൾക്കാനായിട്ടുള്ള ഒരു നടപടി നമ്മൾ സ്വീകരിച്ചു വരുവാണ്. ഒരു അസോസിയേഷൻ മീറ്റിംഗ് എല്ലാം കൂടാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്കിനി ചെയ്യാൻ പറ്റില്ല, മുനിസിപ്പാലിറ്റി രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മാക്സിമം ചെയ്യാനുള്ള നടപടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം STP ഒക്കെ ഒന്ന് പൂർത്തീകരിച്ച് വരുമ്പോഴത്തേന് നമുക്കിനി 440ഓളം ഫ്ലാറ്റുകളുണ്ട്. ബാക്കിയുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും. അതെല്ലാം കൊടുക്കാനുള്ള നടപടികൾ ചെയ്തു വരികയാണ്. അല്ല, അവിടെ ശരിക്കും ഈ താമസിക്കാനായിട്ട് ഏറ്റെടുത്ത ആളുകൾ ഒരുപക്ഷെ പല സ്ഥലങ്ങളിലും അങ്ങനെ ഇപ്പോൾ പല നഗരസഭകളിലും പല സ്ഥലങ്ങളിലും റൂം ചിലപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ നഗരസഭയുടെ റൂം എടുക്കുക, എന്നിട്ട് അത് മറിച്ച് ആർക്കെങ്കിലും കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ. അപ്പോൾ അവിടെ താമസിക്കുന്ന ഒരാൾ തന്നെ ഇങ്ങനെ പറഞ്ഞിരുന്നു, താമസിക്കുന്ന ആളല്ല അവിടെ താമസിക്കുന്ന കാണുന്നതൊക്കെ തരത്തിൽ പറഞ്ഞിരുന്നു. അങ്ങനെ എന്തെങ്കിലും സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള പരാതികൾ വരുന്നുണ്ട്. അത് ഞാൻ പരിശോധിക്കാനായിട്ട് നമ്മളൊരു ഓഫീസർക്ക് ചാർജ് കൊടുത്തിട്ടുണ്ട്. ഹെൽത്ത് സെക്ഷനിലെ രാജീവൻ ചാർജ് കൊടുക്കുവാണ്. അത് പരിശോധിച്ച് അനധികൃതമായിട്ട് ആരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒഴിപ്പിക്കാനും, ഇനി ആരെങ്കിലും അവിടെ താമസിക്കാൻ അപ്പോൾ അവർക്ക് അനുവദിച്ചിട്ടും വന്ന് താമസിക്കാത്തവരുണ്ടെങ്കിൽ അവരെ നേരിട്ട് ബന്ധപ്പെട്ട് അവരവിടെ താമസിപ്പിക്കാനുള്ള നടപടി, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമില്ലെങ്കിൽ അവരെ ഒഴിവാക്കാനുള്ള നടപടിയൊക്കെ നമ്മൾ സ്വീകരിക്കുകയാണ്. അതിന് പൂർണ്ണമായും നമ്മൾ മാക്സിമം ഈ ഒരു STPയുടെ ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മളിപ്പോൾ പുതിയതായിട്ട് കൊടുക്കാതിരിക്കുന്നത്. അതൊന്ന് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരമാവധി നമ്മൾ ചെയ്യുകയും അവിടുന്ന് മാക്സിമം ആൾക്കാർക്ക്, ഇപ്പം വീടില്ലാത്ത പാവപ്പെട്ടവരുണ്ടാവും, വീടും വസ്തുവും ഇല്ലാത്തവരുണ്ടാവും, അവർക്കെല്ലാം നമ്മൾ ആ ഫ്ലാറ്റിലേക്ക് നമ്മൾ എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്ത് നമ്മൾ ചെയ്യാനുള്ള നടപടിയാണ് തിരിക്കുന്നത്. ഒരു ഒറ്റവട്ടം കൊണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ഓരോ കാര്യങ്ങളും അവർക്ക് ചെയ്തു നൽകുന്നതായിരിക്കും. ഏതായാലും ഒലിങ്കരയിലെ ഫ്ലാറ്റ് സമുച്ചയത്തിൽ താമസിക്കുന്ന ആളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ, ഇപ്പോൾ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ കുടിവെള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എല്ലാ പ്രശ്നങ്ങളും. പിന്നെ അനധികൃതമായി താമസിക്കുന്നവരുണ്ടെങ്കിൽ പരിശോധന ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് നഗരസഭാ സെക്രട്ടറി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്നത് പാവപ്പെട്ടവരാണ്, സ്വന്തമായി വീടില്ല, സ്ഥലമില്ലാത്തവരാണ്. അപ്പോൾ അവർക്ക് കൊടുത്ത സാധനം അനധികൃതമായി ആരെങ്കിലും ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അദ്ദേഹം നൽകുന്നത്. അപ്പോൾ ഫ്ലാറ്റിലെ പ്രശ്നങ്ങൾക്ക് ഉടൻ തന്നെ പരിഹാരം ഉണ്ടാകും, അതിനുള്ള ശ്രമം നടന്നു വരുന്നുണ്ട്. എല്ലാവർക്കും പരാതികളുള്ള ആളുകൾക്ക് കൂടി ഒരു ഓർമ്മപ്പെടുത്തലാണ്. എല്ലാം പരിഹരിച്ച് നിങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാനുള്ള സൗകര്യം അവിടെ ഒരുക്കിത്തരും പെരിന്തൽമണ്ണ നഗരസഭ. അതിനുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ടെന്ന് നഗരസഭാ സെക്രട്ടറി ഉറപ്പു നൽകുന്നു. ജബ്ബാർ വേണാട്ട്, വൺ ന്യൂസ്, പെരിന്തൽമണ്ണ. വെഡിങ് സ്റ്റൈലിംഗ് എനിക്ക് പാഷനും പ്രൊഫഷനുമാണ്. സ്വന്തം ഫ്രണ്ട്സിന്റെ വിവാഹമാകുമ്പോൾ അതെനിക്ക് പേഴ്സണലും. ഷാഹിനയ്ക്ക് ആന്റിക് നെക്ലസ് സെറ്റ്, കീർത്തിക്ക് ട്രഡീഷണൽ നഗാസ് കളക്ഷൻ, സാരയ്ക്കായി സിമ്പിൾ ആൻഡ് ക്ലാസി ഡയമണ്ട് സെറ്റ്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.